കൊച്ചിയുടെ സാമൂഹിക സാംസ്കാരിക മണ്ഡലത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പൊതുപ്രവർത്തകൻ വി.ഡി. മജീന്ദ്രന്റെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. തോപ്പുംപടി സി.ഇ. സേവ്യർ ഹാളിൽ കൂടിയ യോഗത്തിൽ എം.പി. ഹൈബി ഈഡൻ, എം.എൽ.എ. കെ.ജെ. മാക്സി എന്നിവർ രക്ഷാധികാരികളായി 201 അംഗ കമ്മിറ്റി രൂപീകരിച്ചു. വൃക്കരോഗത്തെ തുടർന്ന് ചികിത്സയിലായിരിക്കുന്ന പൊതുപ്രവർത്തകൻ വി.ഡി. മജീന്ദ്രന്റെ വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്കായി വലിയൊരു തുക ചിലവാകുമെന്നാണ് കണക്കുകൂട്ടുന്നത്. സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് നേതൃത്വം നൽകി പ്രവർത്തിച്ച അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനായി സുഹൃത്തുക്കൾ ചേർന്ന് ജനകീയ കൂട്ടായ്മയ്ക്ക് രൂപം നൽകി. എറണാകുളം എം.പി. ഹൈബി ഈഡനും എം.എൽ.എ. കെ.ജെ. മാക്സിയും രക്ഷാധികാരികളായി 201 അംഗ കമ്മിറ്റിയാണ് രൂപീകരിച്ചിരിക്കുന്നത്. തോപ്പുംപടി സി.ഇ. സേവ്യർ ഹാളിൽ നടന്ന ജനകീയ കൂട്ടായ്മയിൽ വൻ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോയപ്പോൾ അതിന്റെ ചെയർമാൻ കുഞ്ഞച്ചേട്ടനായി, അതിന്റെ കമ്മിറ്റിയിൽ നമ്മുടെ വി.പി. ശ്രീലച്ചേട്ടനായി. ഞങ്ങളിപ്പോൾ ആ കമ്മിറ്റിയിൽ അത് സജീവമായി ഉണ്ടായിരുന്ന ആളുകളാണ്. നിലവിൽ ആ കമ്മിറ്റി തന്നെ മുമ്പോട്ട് പോകട്ടെ എന്നുള്ളതാണ് നിലവിലിപ്പോൾ എല്ലാവരും കൂടി ആലോചിച്ചപ്പോൾ ആ കമ്മിറ്റിക്കകത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമില്ല. പ്രത്യേകിച്ചൊരു മെഗാ ബിരിയാണി ചലഞ്ചും ഒരു ഓൺലൈൻ വീഡിയോയുടെ പ്രമോഷനും ഈ രണ്ട് നിർദ്ദേശങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിയുള്ള അഭിപ്രായങ്ങളും ഈ കമ്മിറ്റിയായി ബന്ധപ്പെട്ട് കമ്മിറ്റി രൂപീകരിക്കണം. കമ്മിറ്റി പോലെ 5 ലക്ഷം രൂപയിൽ മുമ്പോട്ട് പോകില്ല, 20 ലക്ഷം രൂപ വേണം. പശ്ചിമബംഗാളിലെ എല്ലാ കോർപ്പറേഷൻ വാർഡുകളും ഏകോപിപ്പിക്കേണ്ടി വരും എന്നതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഏകദേശം 30 ലക്ഷത്തോളം രൂപയാണ് ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായി വരുന്നത്. വി.പി. ശ്രീലനെ ചെയർമാനായും കെ.കെ. കുഞ്ഞച്ചനെ കൺവീനറായും യോഗത്തിൽ തിരഞ്ഞെടുത്തു. ജനകീയ കൂട്ടായ്മയുടെ ഉദ്ഘാടനം കൊച്ചി നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി.എ. ശ്രീജിത്ത് നിർവഹിച്ചു. തമ്പി സുബ്രഹ്മണ്യം, കെ.എം. റിയാദ്, പി.പി. ജേക്കബ്, ആന്റണി കുരീത്തറ, ടി.കെ. അഷ്റഫ്, ബാസ്റ്റിൻ ബാബു, രാജീവ് പള്ളൂർത്തി തുടങ്ങിയവർ സംസാരിച്ചു. 5 വർഷക്കാലമായി മജീന്ദ്രൻ കിഡ്നി തകരാറിലായി ഡയാലിസിസിന് വിധേയനായി ചികിത്സ മുമ്പോട്ട് പോവുകയാണ്. 4 വർഷം മുമ്പ് നമ്മൾ നടത്തിയ ബിരിയാണി ചലഞ്ചിൽ നിന്ന് കിട്ടിയ 5 ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപിച്ചാണ് 4 വർഷമായി ഡയാലിസിസിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോയത്. ഇനി കിഡ്നി മാറ്റിവെക്കലാണ് പ്രതിവിധി എന്ന് ഡോക്ടർ നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സാമൂഹിക പ്രവർത്തകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടായ്മ രൂപപ്പെടുന്നു. മജീന്ദ്രന് വേണ്ടിയിട്ട് 30 ലക്ഷം രൂപയാണ് കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ആ 30 ലക്ഷം രൂപ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടായ്മയുടെ ഏകോപനം ഈ സേവ്യർ ഹാളിൽ തുടക്കം കുറിക്കുന്നു. നിരവധിയായ ആലോചനകൾ പല ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കുട്ടികൾക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എങ്കിൽ ധൈര്യമായി തിരഞ്ഞെടുക്കാം അരൂർ ഗ്രേസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. അരൂരിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വിദ്യാലയത്തിൽ നൂതനമായ സൗകര്യങ്ങളാണ് കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ CBSE സിലബസ് അനുസരിച്ചുള്ള പാഠ്യപദ്ധതിയും. കൂടുതൽ വിവരങ്ങൾക്കായി 6238443261 എന്നീ നമ്പറിൽ ബന്ധപ്പെടുക.